ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്എൻഎസിന്റെ റെഗുലേഷൻ ചേഞ്ചും അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം ചേഞ്ചും അതേപോലെ നെയിമും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ എക്സ്എൻഎസ് ഓപ്പൺ ആക്കുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് കാണിക്കുന്നുണ്ടാകുക. ഒന്ന് സൈൻ ഇൻ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി. മറ്റേത് നമുക്ക് രജിസ്റ്റർ കാണിക്കുന്നുണ്ടാവും. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഇൻ യുവർ റീജിയൻ ആർ അൺഅവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാകാം. എന്താണ്, ജൂലൈ 11 തൊട്ട് അവർ പുതിയ ക്ലയൻസിനെ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ മെസ്സേജും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഏരിയയിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പേഴ്സണൽ ഏരിയയിലേക്ക് പോയപ്പോൾ ഡെപ്പോസിറ്റും അതേപോലെ തന്നെ വിഡ്രോസും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് 2 ദിവസം ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതേപോലെ സാറ്റർഡേയും സൺഡേയും ഓൺലൈൻ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തിരിച്ച് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്, ഓൺലൈൻ ബാങ്ക് കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ബെൽ ഐക്കണിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ ഏരിയയിലേക്ക് പോകാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ യുവർ പേഴ്സണൽ ഏരിയ ഈസ് മൂവിംഗ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കുന്നത് ജൂലൈ 14 വന്നിട്ടുള്ളൊരു മെസ്സേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും യുവർ പേഴ്സണൽ ഏരിയ ഈസ് മൂവിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. എന്താണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, യുവർ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ ഏരിയ ആർ ബീൻ ട്രാൻസ്ഫേർഡ് ടു അനദർ എക്സ്എൻഎസ് എൻറ്റിറ്റി വെൻവസ് ലിമിറ്റഡ്. നമ്മുടെ എക്സ്എൻഎസിന്റെ നെയിമും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇവിടെ, വെൻവസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ലൈസൻസ് ആൻഡ് റെഗുലേഷൻസും ചേഞ്ച് ആയിട്ടുണ്ട്. എവിടത്തേക്കാണ്, വാനുവാറ്റു ഫിനാൻഷ്യൽ സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്കാണ്. അതായത് ഈ ഒരു റെഗുലേഷൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചു തരാം ആ ഒരു സർവീസ് കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ബോഡിയുടെ അതായത് ഈ ഒരു റെഗുലേഷൻ അണ്ടറിലേക്ക് നമ്മുടെ എക്സ്എൻഎസിന്റെ റെഗുലേഷൻസിൽ ഇപ്പൊ കറണ്ടിലുള്ള എക്സ്എൻഎസിന്റെ റെഗുലേഷൻ മാറിയിട്ട് ഈ ഒരു അണ്ടറിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക, ഇഫ് വി ഡോണ്ട് ഹിയർ ഫ്രം യു within 5 working days, well consider the transfer accept under the new client agreement and accompanying legal documents എന്നാ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു മെസ്സേജിന് ഇപ്പൊ ഓൾമോസ്റ്റ് 5 ദിവസം കഴിഞ്ഞു. ഓക്കെ, ഇത് നമ്മളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണൽ ഏരിയ ആ ഒരു സംഭവത്തിലേക്ക് മാറ്റാൻ ഉള്ള എഗ്രിമെന്റും കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓൾമോസ്റ്റ് ഡേറ്റ് ജൂലൈ 21 ആയിട്ടുണ്ട്. 14 ഈ ഒരു മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 5 ദിവസം നമ്മൾ റിപ്ലൈ കാര്യങ്ങളൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ പേഴ്സണൽ ഏരിയ അതായത് ട്രേഡിംഗ് കാര്യങ്ങളെല്ലാം ആ ഒരു റെഗുലേഷൻസിന്റെയും അതേപോലെ തന്നെ ഈ ഒരു നെക്സ്റ്റ് എക്സ്എൻഎസിന്റെ ന്യൂ റീലോഞ്ചിങ്ങിന്റെ സമയത്ത് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും റെഗുലേഷൻസിന്റെ ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഈ ഒരു ഏരിയാസിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോ ഇന്ത്യയിലേക്ക് പുതുതായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ജൂലൈ 11 തൊട്ട് അവർ പുതിയ ക്ലയൻസിനോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി പുതുതായിട്ട് ഇന്ത്യയിലേക്ക് വീണ്ടും എക്സ്എൻഎസ് വരുന്ന സമയത്ത് എക്സ്എൻഎസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലായിരിക്കില്ല വരുന്നുണ്ടാകുക, ഈ ഒരു നെയിമിലായിരിക്കും വരാനുള്ള പോസിബിലിറ്റി കൂടുതൽ ഉണ്ടാകുക. അതേപോലെ റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അതേപോലെ നമുക്കിനി റെഗുലേഷൻസ് പറയുന്നത് ടയർ 1 റെഗുലേഷൻസും കാര്യങ്ങളും അതായത് നമ്മുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ടാകുക. ഓക്കെ, കുറച്ചും കൂടി ചീപ്പായിട്ടുള്ളൊരു സെക്യൂരിറ്റിയാണ് നമുക്ക് ഈ ഒരു സർവീസ് കമ്മീഷൻ ഈ ഒരു റെഗുലേഷൻ അണ്ടറിൽ വരുന്നുണ്ടാകുക. ഓക്കെ, അപ്പൊ അതും കൂടി നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എക്സ്എൻഎസ് പോലെ തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു പ്ലാറ്റ്ഫോം കൂടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അക്കൗണ്ട് ഓപ്പണിങ് അതേപോലെ ഫണ്ട് ട്രാൻസ്ഫറും വിഡ്രോസ് എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അൽപാരി എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. ആ ഒരു ബ്രോക്കറിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ FX ടീം എല്ലാവർക്കും അറിയായിരിക്കും. എനിക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോം. ഞാൻ അതിൽ ട്രേഡോ കാര്യങ്ങളോ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല FX ടീമിൽ. അപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ ഒരുപാട് ബ്രോക്കേഴ്സ് നോക്കി. അപ്പൊ അങ്ങനെയാണ് ഒരു ബ്രോക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അൽപാരി എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. ഞാൻ അടുത്ത വീഡിയോസിൽ അതിന്റെ റിവ്യൂ അതേപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കിപ്പോ എക്സ്എൻഎസ് പോലെ തന്നെ ഫണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് എല്ലാം $30 തൊട്ട് വരുന്നുണ്ട്. നമുക്ക് സെക്യൂരിറ്റിയും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു FX ടീം നമ്മൾ പറഞ്ഞു അല്ലെ, FX ടീമും അൽപാരിയും സെയിം കമ്പനി തന്നെയാണ് വരുന്നുണ്ടാകുക. നമുക്ക് ഇന്ത്യയിൽ ഇനിയിപ്പോൾ അവർ ട്രേഡിന് ഇപ്പം നെയിം മാറിയിട്ട് എക്സ്എൻഎസ് വരാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ അൽപാരിയിൽ FX ടീം അൽപാരി ആയിട്ട് ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി FX ടീമിൽ അക്കൗണ്ടും കാര്യങ്ങളും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇനി അടുത്ത വരുന്ന മന്തുകൾ ഞാൻ അവരുടെ ചാറ്റ്സപ്പിൽ ഒരുപാട് സംസാരിച്ചു. ഡെപ്പോസിറ്റ് വിഡ്രോയിൽ കുറേ നോക്കിയ സമയത്ത് ഇനി അൽപാരി ആയിരിക്കും ആ ഒരു FX ടീമിന് പകരം ഇന്ത്യയിൽ വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാൻ മനസ്സിലാക്കാൻ പറ്റിയുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ അൽപാരിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് നമുക്ക് ഒരു ഇന്റർഫേസും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും അവർ തരുന്ന ഫീച്ചറും കാര്യങ്ങളിലും അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിവ്യൂസും കാര്യങ്ങളും ഇടാം.
അതേപോലെ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ.